പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തന്റെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ക്രിഷ്. ഇതേ തുടർന്ന് ക്രിഷ് തന്റെ മനസ്സിലെ പ്രണയം തുറന്ന് പറയുകയും ചെയ്യുന്നു. ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് കൺമണി പ്രതീക്ഷിച്ചതല്ല. ഇതേ തുടർന്നാണ് കൺമണി കാര്യങ്ങൾ വീട്ടിലേക്ക് വിളിച്ചു പറയാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നത്. ഇതിന്റെ ഭാഗമായി വീട്ടിലേക്ക് വിളിക്കുന്ന കൺമണി കാര്യങ്ങൾ പറയുകയും ഉടൻ തന്നെ തിരികെ എത്താമെന്നാണ് താൻ വിചാരിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം വീട്ടിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല. സന്തോഷമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന മനോജ് ഉടൻ തന്നെ തിരികെ ഇവിടേക്ക് വരണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് നൽകുകയാണ് ഇപ്പോൾ കൃഷ്. യാതൊരു വിധത്തിലും മനോജേട്ടൻ പേടിക്കേണ്ടതില്ല. കൺമണിയെ സുരക്ഷിതമായി എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അതിൽ യാതൊരു വീഴ്ചയും വരികയില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ മനോജിന്. എന്നാൽ ഇതേ സമയം ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് ഇപ്പോൾ മാനസ. ഇതോടെ മാനസയാകെ ഞെട്ടിപ്പോകുന്നു. കാര്യങ്ങൾ ഇങ്ങനെ മുന്നിലേക്ക് പോയാൽ ശരിയാവുകയില്ല. എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണം. ഒരുപക്ഷെ ഇപ്പോൾ കൃഷും കൺമണിയും അടുത്തിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് കേൾക്കുന്ന അമ്മായി പറയുകയാണ്, കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെയാണ്. ആൻറ്റിയമ്മയുടെ മനസ്സിലും അങ്ങനെയൊരു തോന്നലുകൾ വന്നിട്ടുണ്ട്. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു നിമിഷത്തേക്ക് ആലോചിച്ചു പോവുകയാണ്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെയല്ല. കൈവിട്ടുപോയി എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിന്നോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി ഇവിടേക്ക് വന്നിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ കൃഷിനെ നീ കാണണം. കൺമണിയുടെ കാര്യത്തിലുള്ള അവൻ്റെ ഈ എടുത്തുചാട്ടം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നീ ഇടപെടുക തന്നെ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് നൽകാം. നീ കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ഇനി നടപ്പിലാക്കണം. ഇല്ലെങ്കിൽ പെട്ടുപോകും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് മാനസ, ഞാൻ എന്തായാലും ആ കൺമണിയെ ഒന്ന് കാണുന്നുണ്ട്. അധികം വൈകാതെ തന്നെ തിരികെ അവർ എത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് കേൾക്കുന്ന ആൻറ്റിയമ്മ, കൺമണിയും കൃഷും വളരെയധികം അടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ കാട്ടിൽ ഒരുമിച്ചാണ് ഇത്രയും നാൾ ചിലവഴിച്ചത്. അപ്പോൾ എന്തൊക്കെ സംഭവിക്കാം എന്നുള്ള കാര്യം നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇതോടെ മാനസ കൂടുതൽ ടെൻഷനായിരിക്കുകയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് കൃഷും കൺമണിയും തിരികെ എത്തുന്നത്. എന്നാൽ കൃഷിനെ കണ്ടതിനെ തുടർന്ന് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് ഇപ്പോൾ മാനസ ചെയ്തത്. ഇത് കൺമണിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു. കൺമണി ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല. തൻ്റെ പ്രണയം തിരിച്ചറിഞ്ഞ കൃഷിനെ വിട്ടുകളയാൻ അവൾ തയ്യാറായിരുന്നില്ല. പക്ഷേ കാര്യങ്ങൾ അത്ര നിസ്സാരമായി കളയാനും തയ്യാറാകാത്ത മാനസ, ഞാൻ കൃഷിനെ കാണാത്തതിനെ തുടർന്ന് എത്രയധികം വിഷമിച്ചെന്ന് അറിയാമോ? ആൻറ്റിയമ്മയോട് ചോദിച്ചാൽ ആ കാര്യങ്ങൾ മനസ്സിലാകും. ഒരിക്കലും ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഐ മിസ് യു കൃഷ്. ഇനി നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എൻ്റെ കൂടെ തന്നെ നീ ഉണ്ടാകണം. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് ഇപ്പോൾ കൃഷ്. മാത്രവുമല്ല, കൺമണിയുടെ കാര്യം എങ്ങനെ സംസാരിക്കും എന്ന ചോദ്യവും ബാക്കിയാകുന്നു. സത്യങ്ങൾ എങ്ങനെയെങ്കിലും പറഞ്ഞ് മതിയാകൂ. അതിനിടയിൽ അവിടേക്ക് കടന്നു വരുന്ന സാഗർ
കൃഷിനോട് കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. കൃഷി ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതേ തുടർന്ന് അവിടേക്ക് കടന്നു വരുന്ന കൃഷിൻ്റെ അമ്മയും കൃഷിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. പക്ഷേ ഇതിനിടയിലാണ് കൺമണി ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്നത്. ഉത്തരം കിട്ടാതെ അവിടെ നിൽക്കുന്ന കൺമണി ഇതേ തുടർന്ന് ഒടുവിൽ തൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ കൃഷ് വന്ന കൺമണിയുടെ കൈ പിടിക്കുകയാണ്. ഇത് കൺമണിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു. ഇനി ഞാൻ എന്തായാലും നിന്നെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം വീട്ടിലുള്ള എല്ലാവരോടും പറയാൻ പോവുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു കൃഷ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.